നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു പൈൽ റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സങ്കടത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആ ഒരു സങ്കടത്തിന് മേൽ പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഇവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ വളരെ വലിയൊരു വിജയം കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സാമ്പത്തികത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇവിടെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി വളരെ നല്ല മനസ്സിന് ഉടമകളാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞ് കൊടുക്കുന്നതിലായാലുമൊക്കെ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കാറില്ല. നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരുമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ചില നഷ്ടങ്ങളിൽ വളരെയധികം വേദനയും നിരാശയും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഉള്ളത്. ആ ഒരു നഷ്ടത്തിലും വേദനയിലും മാത്രമായിരിക്കാം നിങ്ങളുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതീക്ഷയും നല്ല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ ബാക്കിയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന ആ ഒരു വേദനയിലും നഷ്ടത്തിലും മാത്രം നിങ്ങളുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നതിനാലാണ് അത്തരം നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയാത്തത് എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പതിയെ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക. പഴയ നിരാശയെ സങ്കടത്തെയൊക്കെ വിട്ട് കളഞ്ഞ് മനസ്സ് ശാന്തമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും സന്തോഷം നൽകണമെന്നില്ല. നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. ചില ബന്ധങ്ങളും ചില സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് വേദനയും നിരാശയുമൊക്കെ നൽകിയേക്കാം. എന്ന് കരുതി അതൊരിക്കലും ഒരു അവസാനമല്ല, ഒരു നഷ്ടമല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയും പല നല്ല കാര്യങ്ങളും പ്രതീക്ഷയുമൊക്കെ ബാക്കിയുണ്ട്. അതിനാൽ തന്നെ നിങ്ങളിൽ ഇപ്പോഴുള്ള ആ ഒരു നിരാശ, സങ്കടം എന്നിവയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുക. അങ്ങനെ തയ്യാറാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വീണ്ടും സമാധാനവും പ്രതീക്ഷയുമൊക്കെ വരാൻ തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വന്നു ചേർന്ന നഷ്ടത്തിലും വേദനയിലും ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. കാരണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടത് തന്നെയാണ്. അതിനുശേഷം പ്രതീക്ഷയുടെ ഒരു പുതുവെളിച്ചം തന്നെയാണ് നിങ്ങളെ കാത്ത് നിൽക്കുന്നത്. ചില നഷ്ടങ്ങളും സങ്കടങ്ങളുമൊക്കെ വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ, സന്തോഷങ്ങളുടെയൊക്കെ മുന്നോടിയായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് തന്നെ വിശ്വസിക്കുക. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ നിങ്ങളുടെ സാഹചര്യത്തെ, മാനസികാവസ്ഥയൊക്കെ നിങ്ങൾ മറികടന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതൊരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവരുമായിട്ട്
നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ജീവിതത്തിലുടനീളം അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല സംഭവിച്ചത്. എന്തൊക്കെയോ കാരണങ്ങളാൽ നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയി എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു കാത്തിരിപ്പിലാണ് പലരും ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയും അതുതന്നെ ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ സങ്കടവും അതുതന്നെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കരികിലേക്ക് വരും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഒരു കണ്ടുമുട്ടൽ സാധ്യമാവും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒന്നിച്ച് സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്നതാവാം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുന്നതാവാം, പുതിയ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ സന്തോഷമുണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം വലിയ ഒരു ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഒന്നിൽ കൂടുതൽ അവസരങ്ങളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മാർഗങ്ങളോ ഒക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവിടെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് ശരി എന്ന് തീരുമാനിക്കാനായിട്ട് കഴിയാതെ നിങ്ങളുടെ മനസ്സ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് പുറത്തു നിന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നാണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമായിട്ട് വെച്ച് നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക.